ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് അച്ഛൻ്റെ ഒരു ട്യൂഷൻ ക്ലാസ്സിൽ നിന്നൊരു ചെറിയൊരു പിക്നിക് ഭൂതങ്ങൾ കെട്ടിയ ഭൂതത്തംകെട്ടിലേക്ക്. അപ്പം നമ്മൾ വീട്ടിൽ നിന്നും ഒരു 9:30 ആയപ്പോഴേക്കും ഭൂതത്തംകെട്ടിലേക്ക് എത്തിയിരുന്നു. അവിടെ നിന്നും നമ്മൾ ഭക്ഷണത്തിന് ശേഷം ആണ് നമ്മുടെ യാത്ര തുടരുന്നത് കേട്ടോ. പഴയ ഭൂതത്തംകെട്ടിലെ ഇവിടെ നിന്ന് നമ്മൾക്ക് 1 കിലോമീറ്റർ വനത്തിലൂടെ കീഴോട്ട് സഞ്ചരിച്ചാൽ നമ്മളെ ഭൂതങ്ങൾ കെട്ടിയ ആ ഭൂതത്തംകെട്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 10 രൂപയും മുതിർന്നവർക്ക് 50 രൂപയാണ് വരുന്നത്. ഇവിടെ നിന്നുമാണ് നമ്മൾ ഈ വനത്തിലേക്കുള്ള യാത്ര ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾക്കൊപ്പം ഈ യാത്രയിൽ നല്ലൊരു വഴികാട്ടിയായിട്ട് ഈ വനത്തിനുള്ളിൽ ഏതൊരു മുക്കുമൂലയും തിരിച്ചറിയാവുന്ന നല്ലൊരു അടിപൊളി ഗൈഡ് റോയ് ചേട്ടനാണ് കേട്ടോ. കാണാൻ പോണ പഴയ ഭൂതാണ്ട് ഭഗവാൻ ശിവന്റെ ഭൂതം കിട്ടാമെന്നാണ് കഥ പറയുന്നത്. അത് കഥ മാത്രമുള്ളൂ, ചരിത്രം വരെ കഥ വേറെ. അപ്പോൾ നമുക്കത് മാൻമേഡ് എൻ്റെ ഗ്രാൻഡ് ഫണ്ടാക്കി ഡാമാണ്. അതിൽ മാൻമേഡ് ഇത് ഭൂതം കിട്ടിയത്. നമുക്ക് ഈ വനം മൊത്തം നമുക്ക് 56,000 ഹെക്ടറാണ്. നമുക്കറിയാം 1 ഹെക്ടർ 2.5 ഏക്കറാണ്. ഇവിടുന്ന് 16 കിലോമീറ്റർ അപ്പുറം നമുക്ക് എടമലയാറ് പൗറോസ് ഡാം, ഇടുക്കി കഴിഞ്ഞ 2ാമത്തെ പൗറോസ്. കേട്ടോ, മുൻ മന്ത്രി ബാലസുബ്രഹ്മണ്യൻ നടന്നായിരിക്കും ഉണ്ടാവില്ല. അതേപോലെ ആ ബോട്ട് നമുക്ക് ഇവിടെ ബോട്ടിംഗ് ഇന്നിട്ട് ആരംഭിക്കുകയുള്ളൂ. അവിടെ ബോട്ടിംഗ് ഉണ്ട്. ഫോറസ്റ്റിൻ്റെ ബോട്ടാണ്. ആ ബോട്ടിൽ ഒരു 36 കിലോമീറ്റർ ബോട്ട് യാത്ര ചെയ്താൽ കപ്പായം എന്ന് പറഞ്ഞിട്ടുണ്ട്. കപ്പായം ഞാൻ പറയുമ്പോൾ അവിടെ ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്ക് ഇവിടെ നിലമ്പൂരിലേക്ക് കണ്ടുപിടിച്ചാണ്. ആ തേക്കല്ല ഈ തേക്ക് വന്നത് ആദിവാസി കണ്ടുപിടിച്ച 2 ആഴ്ചയുള്ളൂ. 765 സെൻറ്റിമീറ്റർ വണ്ണാണ്. 58 മീറ്റർ വേണ്ടി തേക്കണം. നമ്മൾ പോകുന്നത് ഫോട്ടോ ഒന്നും കാണിച്ചില്ല. 2 ആഴ്ച പേപ്പർ ന്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫീഡ് വരും. നിങ്ങൾ ഓർത്താൻ നേരം നോക്കണ്ടോ. ഈ തേക്കണം ലോകത്തെ അല്ല ഏഷ്യയിലെ ഏറ്റവും തേക്കാട്ടോ. പോത്തൻ്റെ ഫോട്ടോ ആണില്ല കേട്ടോ. ഇത് കണ്ടില്ലേ ഈ തേക്കാട്ടോ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സിംഹമില്ലാന്നുള്ളൂ. ആനയും കടുവയും പുലി ഇഷ്ടം പോലെയാണ്. ഒന്നും വരാൻ പറഞ്ഞത് കാടൻ പറയും പറഞ്ഞു നിങ്ങളൊന്നും വരാൻ പറഞ്ഞ് കഴിക്കണ്ട. രാത്രി ഗൈഡ് ചേട്ടൻ പറഞ്ഞതനുസരിച്ച് നമുക്ക് കാടിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ ഒരു ചെറിയൊരു പേടിയൊക്കെ തോന്നണ്ട കേട്ടോ. കാടിൻ്റെതായ വല്ലാത്തൊരു സൗണ്ടുകളൊക്കെ, കാട്ടാനിറങ്ങണ വഴികളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ എന്തോ വല്ലാത്തൊരു പേടി. എന്നാലും ഈ കാടിൻ്റെതായ എല്ലാ ഫീലിങ്സും കിട്ടിയിട്ടുള്ള ഈ ഒരു യാത്രക്കും വേണ്ടിയിട്ട് ഒരു സുഖം. ഈ തണ്ട് ഒരെണ്ണം വെട്ടിയാൽ മതി 2-3 ഗ്ലാസ് കുടിക്കാനുള്ള വെള്ളം കിട്ടും. നമ്മൾ റെക്കോർഡ് വെച്ചോട്ട് താൻ പറഞ്ഞിട്ടില്ല. പേരാണ് പുല്ലാന്തി. നമ്മുടെ നാട്ടിൽ പോയിട്ട് പുല്ലാന്തി പറയരുത്. പുല്ലാന്തി നാട്ടിൽ കൊട്ടാവട്ടി നിന്ന സാധനം പുല്ലാന്തി. ഇത് വെള്ള പുല്ലാന്തി 2 മാറിപ്പോരുത്. വലുതാവുന്ന ഇങ്ങനെ സ്റ്റോർ വേണ്ടിയിരിക്കുകയാണ്. അറിയാൻ പാടില്ലാത്ത ആൾക്കാർ വെട്ടിക്കൊണ്ടിരുന്ന ഈ വെള്ളം വരുന്നില്ല, മുകളിലേക്ക് കയറി പോകും. അത് മുകളിൽ വെട്ടിയ താഴേക്കും പോകും. അപ്പോൾ ശരിക്കും അപ്പ് ആൻഡ് ഡൗൺ. അടിയിൽ മുകളിലും കട്ട് ചെയ്യുക, തണ്ട് കാണിച്ചാൽ മതി. ടാപ്പിൽ നിന്ന് വെള്ളം ചാടും പോലും. അപ്പോഴേക്കും ഒന്നിച്ചോട്ടെ, അല്ലെ അങ്ങോട്ട് വെള്ളം മതി. പുല്ലാന്തി നമുക്ക് ഇത്ര മാത്രം വനമില്ല. എടമലയാറ് പൗറോസ് ഇല്ലേ, ഇവിടുന്ന് 16 കിലോമീറ്റർ അപ്പുറം അവിടുന്ന് ടവറിലേയും പോകാറുണ്ട്. ഈ ടവറിലേയും വന്ന് കാടൊക്കെ വെട്ടിക്കളയാം വർഷാവർഷം. അതാണ് കാടില്ലാത്ത ലൈൻ ബോണ്ടാട്ടോ. ലൈൻ നേരെ പോകുന്നത് ചാലക്കുടിക്ക് പോകും. ചാലക്കുടിക്ക് ഇവിടെ മരിച്ചു ഈ നടനില്ലേ മഹാനടൻ കലാഭവൻ മണി, എല്ലാവരും അറിയില്ലേ? ഇനി നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ തോന്നുന്നുണ്ട് ആർക്കെങ്കിലും? തോന്നുന്നുണ്ടെങ്കിൽ ആ ലൈനിൽ ഇവിടെ കുടിച്ചാൽ ഇവിടുന്ന് കാണാം. നമ്മളെല്ലാവരും വീട്ടിൽ മരമുണ്ട്. പേരറിയോ? ഒരു പാട്ടുണ്ട്. ഒരു പാട്ട് എനിക്ക് പാടൊന്നും പറയാൻ പാടില്ല. മനസ്സിൻ താഴ്വരയിൽ പറഞ്ഞു നന്നായി. ഇപ്പൊ അന്താരാഷ്ട്ര ചത്തുവനെ ഏറ്റവും ലേഡീസ് അവിടെ ചാടിപ്പം ദേവദാരു അല്ലേ. അത് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ തൊട്ടപ്പുറം വീട്ടിൽ ശ്രദ്ധിച്ചോ. എങ്കിൽ ദേവദാരു എന്ന് പറഞ്ഞ ഇവിടുത്തെ ആൾക്കാർ നിങ്ങളെ ടൗണിലെ ആളുകൊണ്ട് പറ്റിക്കേണ്ട സാധനമാണ്. ശ്രദ്ധിക്കണേ, ദേവദാരു ഇവിടെ ഉണ്ടാവൂല. അത് ഹിമാചലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് 7 പടി ഏതെല്ലാം കഴിയുമ്പോൾ പൂക്കും. വെള്ളപ്പൂവാണ്, നല്ല സ്മെല്ല്. അത് മെഡിസിൻ ട്രീ ആണ്. ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് തന്നെ തോരക്കാലി മല പൊരിക്കാം. വേറെ യാതൊരു പ്രയോജനവും ഇല്ല. ശരിക്കും വലുതാവും. ഇവിടെ കടുവ. ഈ കടുവയ്ക്കും പൊരിക്കും നഗര മൂർത്തിട്ടും പൂച്ച മാന്തളേ, നെയിൽ കട്ടറ എന്നിട്ട് മാന്തണേ. അപ്പോൾ ആൾക്കാർ പറ്റിങ്ങനെ മേടിച്ചേക്കണ്ട കേട്ടോ. ആ പാടൊന്നും അറിയാം. പാട്ടിൽ കൃത്യമായിട്ട് കവി എവിടെ പോകുന്ന എഴുതിയിട്ടുണ്ട്. ആ പാടൊന്ന് പാടി വയ്ക്കുക. എവിടെ ദേവര് പൂത്തു എവിടെ ഉറക്കം പറയാൻ കേട്ടോ. അവിടെ പോകും മക്കളെ, എല്ലാവരും സൂക്ഷിക്കും. നമുക്ക് ശ്രദ്ധിച്ചു നമുക്ക് കയറി നോക്കും. കാട്ടിൽ മരങ്ങളിൽ മരം ഉണ്ട്, അറിയാവോ? ഒരു മരം മറ്റൊരു മരത്തെ തിന്നിരും. കേട്ടോ, ഇത് കാണിച്ചത് നോക്കി. ഇതാണ് ഒരു ഏലംപാല, യക്ഷിപ്പാല. ആരും ഓടിയൊന്നും ഇല്ലല്ലേ. കാരണം യക്ഷിപ്പാലെന്ന് പറയുമ്പോൾ കൂടുതൽ ചേച്ചിമാരാണ്. ഞാൻ പറയും ചേച്ചിമാർ പേടിച്ച് മാറിക്കാൻ വേണ്ടി യക്ഷിയൊന്നുമില്ല. ഇത്ര ഉറപ്പ് ഞാൻ പറയാൻ കാരണം ഇത്രയും വർഷം ഞാൻ വന്നു. യക്ഷിൻ്റെ ഇവിടെ ഇതാണ് ചേല തിന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ മുകളിൽ പിടിച്ചാണ്ടോ? നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞു. സൂക്ഷിച്ചു പിടിച്ചാണ്ടോ? പറഞ്ഞു പിടിച്ചു കണ്ടോ? ദൃഢാശാലിങ്ങനെ പിടിച്ച് സത്തലം വരച്ച് ഇങ്ങനെ ഉണക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു പുക ഇത് പൊങ്ങായിപ്പോയി, പൊള്ളയായിപ്പോയി. ഇത് നോക്കിയോ, ദേ പോയി. അപ്പോൾ നിങ്ങളൊരു ചോദ്യമുണ്ട്. ഇത് വെട്ടിക്കളയാൻ പാടില്ലേ, രക്ഷിക്കാൻ പാടില്ലേ മരത്തെ? കാട്ടിലെ മ്ലാവില്ലേ, കൊമ്പളം മ്ലാവ് മാനോട്ട് ചെന്നായ ഓടിച്ചു. നമ്മൾ നോക്കി നിൽക്കുകയുള്ളൂ. അത് കള നിയമമാണ് കൊല്ലുക എന്നുള്ളത്. ഓടിച്ചിട്ട് കാര്യമില്ല. നമുക്കിവിടെ തന്നെ ഉണ്ടാവും, തന്നെ നശിക്കും. ഇവിടെ ഒന്നും ചെയ്യുമ്പോൾ താമസിച്ചാൽ ഈ വന്നെങ്കിൽ ഈ മരം ഉണ്ടാവില്ല. ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. കുറച്ച് രണ്ടും കൂടി ഒരു നാഴിക്കരി വരും. നമ്മൾ തിന്നുകൊണ്ടിരിക്കുകയാണ്. തീർന്ന കാണിച്ചാടെ തീർന്ന് നടന്ന് മനസ്സിലാവും കാണിച്ചാൽ വാസികൾ. ഇവിടുത്തെ എവിടുത്തെ ആദിവാസി ആയിക്കോട്ടെ വലിയ ആനക്കൂട്ടം. ഈ ആനയൊക്കെ ഓടിങ്ങ് വന്നാൽ നോക്കണേ,
ഈ കള വേരില്ലേ, ഈ വേരില് അവർ കമ്പിയും കൂടി അടിക്കും. ഭയങ്കര ബാസ, അത് ഡ്രം അടിക്കുന്ന സൗണ്ടാണ്. ആന തിരിഞ്ഞ് ഓടിക്കോളും. കമ്പി വേണം, കൈ പറ്റില്ല. ഇപ്പൊ കടലിൽ കമ്പി ഉപയോഗിക്കുമ്പോൾ കല്ലേ പാടുള്ളൂ, കമ്പിന്റെ ഇതിൽ എക്കോ ആയിരിക്കും. ശ്രദ്ധിക്കണോട്ടോ. ഇനി കാട്ടില് ആന കുത്താത്ത 2 മരമുണ്ട്. നിങ്ങൾ കൂടെ വെച്ചു. ഒന്ന് ഈന്ത്, രണ്ടാമത്തെ ചീനി. കുത്തിയ കൊമ്പുണ്ട്. ഫോട്ടോയ്ക്ക് എടുക്കുന്ന മരം. കാടിനുള്ളിലേക്ക് വന്നിട്ട് പിന്നെ നമ്മളും ഒരു ഫോട്ടോ എടുക്കാണ്ട് പോകുന്ന മോശമല്ലേ. അപ്പോൾ അതേ ടീച്ചർമാരും പിള്ളേരും കൂടി ഇന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാ. മനസ്സിലാക്കാൻ നല്ല സൂപ്പർ ഓക്സിജൻ ആണ് അല്ലേ. കണ്ടമാനം ഒറ്റമൂലിന്റെ പച്ചമരുന്നുകൊണ്ട് ആഞ്ഞു വലിച്ചോ ഇങ്ങനെ ഓക്സിജൻ വന്നാണ് നാട്ടിൽ കിട്ടില്ല. കൊച്ചിയിലേക്ക് വലിക്കുന്ന പൈസയായി തുടങ്ങി അത് ഭാവിയിലേക്ക് ഇത് കൂടുതൽ കുറയില്ല. ആഞ്ഞു വലിച്ച സൂപ്പർ ഓക്സിജൻ. ഒരു കാര്യം പറയാം, കണ്ടമാനം ആഞ്ഞു ഒരു ശ്വാസം പിടിച്ചാൽ കുറച്ച് വലിക്കാണ്. ശ്രദ്ധിക്കുക. നമുക്ക് ഒത്തിരി പഴങ്ങളുടെ സീസൺ, ഇഷ്ടംപോലെ പഴങ്ങളുടെ സീസൺ ഉണ്ടാകാൻ പോവാണ്. 3 മാസം ഇടവിട്ട് കാലം ഏത് കാലിലും ഇഷ്ടംപോലെ പഴം ഉണ്ടാവും. നിങ്ങൾക്കറിയാം, മുട്ടിപ്പഴം, കാരപ്പഴം, വെട്ടിപ്പഴം, ഓടപ്പഴം, തളിരൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കണപ്പേ. ഇനി കാട്ടിൽ ടേസ്റ്റിൽ കാട്ടിൽ മുന്തിരിയാണ് മുട്ടിപ്പഴം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. മറയൊക്കെ മുകളിലേക്ക് കൊണ്ടുവരുന്നത് മുട്ടിപ്പഴം. ഒരു കൊലയിൽ 45-50 ഉണ്ടാവും. പഴുത്തി റോസ് എന്ന് പറഞ്ഞിട്ട് ഒരു 2 തൊണ്ടുണ്ട്. ഇവിടുത്തെ അച്ചാറിനൊക്കെ നാരങ്ങച്ചാറില്ലേ, ഉള്ളിലെ 3 അല്ലി നമ്മുടെ റംബൂട്ടാൻ കഴിക്കുമ്പോൾ സൂപ്പർ മധുരമാണ്. പഴുത്തി കട്ട പുളിയാണ്. ഇപ്പം അതിപ്പോൾ ഉണ്ടായി മുന്നോട്ട് പൂങ്കോടേക്ക് പൂത്തൂലാണോ ഉണ്ടോ, പൂത്തോലാണ്ടോ? അവർക്ക് പൂത്തോളെ കാണിച്ചു കേട്ടോ. എൻ്റെ കാണിച്ചു തരാം. ഒരു കാ കാണിച്ചിട്ട് പഴുത്തിയുള്ള അവസ്ഥ കാണിച്ചിട്ട് എന്നെ സൂക്ഷിച്ച് നോക്കി. ഇതിന് ഷുഗർ, കൊളസ്ട്രോൾ, കൗണ്ട് 3 പേര് സാധനമാണ്. നിങ്ങൾ സൂക്ഷിച്ച് വെക്കളെ. ഓക്കെ, പഴുത്തോളം നോക്കി നല്ലതാണെന്ന് പറ. നോക്കി നോക്കളെ, എല്ലാവരും നോക്കാം. നല്ലതാണോ? സൂപ്പറാണോ? ഞാൻ ഈ ഫോട്ടോ ഒന്നും വരാൻ ഇപ്പം ഉണ്ടായി കാണിച്ചിട്ട് എന്നെ നോക്കി ഉണ്ടാവും കേട്ടോ. കഴിഞ്ഞ ദിവസം ഫോട്ടോ എന്തായാലും താഴെ കണ്ടോ, അടിയിലേക്ക് നോക്കിയാണ്ടോ, അവർ കണ്ടോ? പറിച്ച് കളിയുള്ളൂ, ഇവർ പോകുള്ളൂ. ഇവർ പിഞ്ചാണ്, വെറും പിഞ്ച്. ഇത് മൂക്കണം, വെറും പിഞ്ചാണ് കേട്ടോ. നോക്കി നോക്കി എല്ലാവരും സൂക്ഷിച്ച് നോക്കി. ഇതേ ഒരു ഗുഹയാണ്, കണ്ടില്ലേ? ഗുഹ ഉണ്ടോ? അങ്ങനെ നടന്ന് വന്നപ്പോൾ ഈ ഒരു ഗുഹ കണ്ടിട്ടോ. എങ്കിൽ പിന്നെ ആ ഗുഹയുടെ ഉള്ളിൽ എന്താന്ന് അറിഞ്ഞിട്ടാവാട്ടോ ബാക്കി കാര്യം. ഫോട്ടോ ഇരിക്കാൻ പറയാൻ കാരണം സിനിമ ഇരിക്കാൻ പറഞ്ഞല്ല. എന്നെ നോക്കി ഈ നേരോളം കാണാവോ? ഇത് കാലക്രമേണ കല്ലും മണ്ണൊന്ന് മൂടിപ്പോയി. എങ്കിലും നമുക്ക് ഇതേ കണ്ട ഒരു ഗ്യാപ്പ് ഉണ്ട്. അവിടെ വെടിച്ചിട്ട് വായു ഇടും. ടോർച്ച് ഓഫ് കുഞ്ഞു കുറിച്ച് കാണാൻ നോക്കി. കണ്ടു അല്ലേ? അപ്പൊ കുത്തിലേക്ക് ഇവിടെ ഏരോളം കണ്ടില്ലേ? നിങ്ങൾ എന്നെ ഗുഹ നോക്കി നോക്കി മുകളിലേക്ക് പേടിക്കുന്ന വവ്വാലൊക്കെ പേടിക്കുന്നുണ്ട്. വാവലാണോ? അങ്ങോട്ടില്ല. ഞാൻ വാവലല്ല, ഗുഹ അങ്ങോട്ട് ഞങ്ങൾ പുരാവസ്ഥ ചേച്ചിമാരെ കയറി സ്റ്റെപ്പൊക്കെ കിട്ടും. സമയത്താട്ടോ. ഗുഹയ്ക്കുള്ളിലും ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും വവ്വാലെ കണ്ടതിനപ്പോ നിപ്പ വൈറസ് ആയിരുന്നിട്ട് എല്ലാവർക്കും ഓർമ്മയിൽ. സഹിക്കാൻ പറ്റാത്ത ചൂടും പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചാടി പുറത്തിറങ്ങിയിട്ടാ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത യാത്ര നടന്ന് ഭൂതങ്ങളുടെ കെട്ടിനടുത്തേക്ക് എത്താറായിട്ടാ. ഇവിടെ നമ്മൾ എത്തുമ്പോഴേക്കും നമുക്ക് കാടിനുള്ളിലാണെങ്കിലും റെസ്റ്റ് എടുക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവസാനം ഞങ്ങൾ ശരിയായ ഭൂതത്താങ്കെട്ടിന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. ഭൂത്താണ്ട് ഡാമിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മൾ നോക്കിയിട്ട് എന്താ കാണാൻ നോക്കാം. അങ്ങോട്ട് നോക്കിട്ട് ഞങ്ങൾ കാണാൻ പറ. സൂക്ഷിച്ച് നോക്ക്. പാറ കണ്ടു. പിന്നെ എന്നാണ്ടേ വെള്ളം എവിടെ കണ്ടു? ഏറ്റവും അടുത്ത് ഗ്യാപ്പ് വെള്ളം കാണാമോ? എല്ലാവരും കണ്ടോ? ഏറ്റവും അടുത്ത് വെള്ളം കണ്ടോ? എല്ലാം കണ്ടല്ലോ. നീ എന്നെ നോക്ക്. എങ്കിൽ 252 മീറ്റർ വീതിയാണ് പെരിയാറോടെ മുകളിലേക്ക് വീതിയാണ്. വെള്ളം ബോട്ടർ കമ്പനി വെള്ളം പിടിച്ചോടിക്കാൻ വെള്ളം വിടാതെ. വെള്ളം പിടിപ്പോൾ ശക്തമായിട്ട് കൊടുക്കുകയാണ്. ആ പാറയിൽ മുങ്ങിപ്പോയി ശക്തമായിട്ടൊരു വെള്ളമാണ്. ആ വെള്ളം വന്ന് എന്തോരം വെള്ളം വന്നാൽ നോക്കണേ. ഇങ്ങോട്ട് ഒഴുകില്ല, അത് വലിഞ്ഞ് ആ ഗ്യാപ്പ് വഴിയേ പോകുള്ളൂ. ആ ഒറ്റ ഗ്യാപ്പ് താഴെ കാണണേ ആലുവപ്പുഴ, കാലടിപ്പുഴ, പാളലിപ്പോര് ഒക്കെ ഗ്യാപ്പാണ്. അപ്പോൾ നിങ്ങൾ അത്രയും വലിയ പുഴ ആലുവപ്പുഴയ്ക്ക് അതിന് പോകുമ്പോൾ ആ ഗ്യാപ്പിൽ മാത്രം പോകുമ്പോൾ ആ ഗ്യാപ്പിൻ്റെ ഡീപ്പ് എടുത്ത് താഴ്ച വരച്ചുകയും ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കണം. ആരും സൂയിസൈഡ് ആത്മഹത്യ തന്നെയല്ല. ചെറുപ്പക്കാർ ഒരു 2 കഴിക്കും, ഒരു പുലിയായിട്ട് മാറും. പിന്നെ ഈ പുഴ അതിലും വലിയ പുഴ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അടി കണ്ടവരാരുമില്ല, കണ്ടിരുന്നവരും പോയിട്ട് കയറി വന്നിട്ടില്ല. നമ്മൾ ആരും ഇറക്കാറുള്ളൂ. ഇവിടെ ചേച്ചിമാരെ കണ്ടോട് നോക്കും, അങ്ങനെ ഇറക്കില്ല. അപ്പോൾ ഇവിടുന്ന് ഫോട്ടോ എടുക്കാം. ഇവിടെ പോയി പാലത്ത് ഫോട്ടോ എടുക്കും. പക്ഷേ വെള്ളത്തിന് സൈഡിലേക്കാണ് എടുക്കുമ്പോൾ വളരെ 188 വരെ ഭൂതാണ്. ഐതിഹ്യമാണ് ശ്രദ്ധിക്കുക. ഇവിടെ ഭഗവാൻ ശിവനും പാർവതിയും അവർ കൈലാസം താമസിക്കുമ്പോൾ ചെറിയൊരു വഴക്കുണ്ടായി. ചെറിയൊരു സൗന്ദര്യ പ്രശ്നം. വഴക്കുമൂത്ത ഭഗവാൻ ക്ഷിപ്രകോപിയാണ്. ദേഷ്യം കയറും. അദ്ദേഹം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു എന്ന് പറഞ്ഞ ദൈവങ്ങൾ സാധനം എങ്ങനെയാ പോണേ? നടക്കണോ ഓടുവാണോ? ഇവിടെ ജീവി കണ്ടില്ലേ? മഹാഭാരതം കണ്ടില്ലേ? ജയിക്കണം അല്ലെങ്കിൽ അപ്രത്യക്ഷമാവും അല്ലേ? അപ്പിയർ ആൻഡ് ഡിസപ്പിയർ. അപ്രത്യക്ഷമായി. നേരെ നമുക്ക് 2 കിലോമീറ്റർ തൃക്കാരൂര് അവിടെ നിന്ന് ഉഗ്രത അവസാനിപ്പിച്ചു. ഭഗവാൻ ഇല്ലാത്ത കൈലാസം വെറും ശൂന്യമാണ് എന്ന് മനസ്സിലാക്കിയ പാർവതി ദേവി ഈ ഭഗവാൻ ഭൂതനാഥന ഭൂതങ്ങളുടെ ഹെഡാണ്. ഈ ഭൂതഗണങ്ങളെല്ലാം വിളിച്ചൂട്ടി എല്ലാം ഹാജരായി. എത്രയും പെട്ടെന്ന് സഡൻലി ഭഗവാനെ ഈ തൃക്കാരൂരിൽ നിന്ന് കൈലാസേക്ക് എത്തിക്കുക ദേവിയുടെ ഓർഡറാണ്. കേൾക്കാതിരിക്കാൻ പറ്റില്ല. അവരിങ്ങ് പോകുന്നു. പക്ഷേ അവർക്കറിയാം ഭഗവാനെ മടക്കി കൊടുക്കുന്ന നടക്കില്ല. ക്ഷിപ്രകോപിയാണ്. ദേഷ്യപ്പെട്ടൊരു കുഴപ്പമുണ്ടോ ഭഗവാൻ? അറിയാവോ എന്നോട് ദേഷ്യപ്പെട്ടാ? കത്തിച്ചാമ്പല ഇനി കൊണ്ടു ചെന്നില്ലെങ്കിലോ? ഇനി ആളെ കൊണ്ടു ചെന്നില്ലെങ്കിലോ? പാർവതി കൊണ്ട് ഏറ്റവും ഇല്ല.
അപ്പൊ ത്രിശങ്ക് സ്വർഗ്ഗമാണ് വെച്ചാൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഇവർ ആലോചിക്കുകയാണ്, ശ്രദ്ധിക്കണേ. ആലോചിച്ചപ്പോൾ ഒരു ഐഡിയ അവർക്ക് കിട്ടി. വേറെ ഒന്നുമല്ല, വീതിയുള്ള പെരിയാർ താഴെ കൊള്ളുകയാണ്. ഈ പെരിയാറിന് കുറുകെ എക്രോസ് ഡാം കെട്ടുക, ചിറ കെട്ടുക. നോക്കി ഓരോ കല്ലുകളാണോ, ബാക്കി നോക്കിയിട്ട് കണ്ടോ, ഓരോ പറകസം ഉണ്ടോ, ഓരോ കല്ല് കെട്ടി പോയി അക്കരെ മിക്കരെ കെട്ടി അങ്ങനെ ഒരു ഗ്യാപ്പ് മുകളിൽ, അങ്ങനെ ഒരു ഗ്യാപ്പ്. നീ ആ ഗ്യാപ്പോടെ മൂടിക്കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ പൊങ്ങും. വെള്ളം പൊങ്ങിയാൽ ഭഗവാൻ ഇരിക്കും തൃക്കാര് വെള്ളം കയറി മുങ്ങിപ്പൊക്കോളും. തപസ്സൊക്കെ അവസാനിച്ച് കൈലാസികൾ പൊക്കോളും എന്നാണ് ഭൂതങ്ങൾ കരുതിയത്. ഭൂതങ്ങൾ കെട്ടാൻ തീരുമാനിച്ചു. കെട്ടുന്നതിന് പ്രത്യേകത രാത്രി മാത്രമേ അവർക്ക് പവർ ശക്തിയുള്ളൂ, പകൽ ശക്തി ഇല്ല. ഇപ്പൊ രാത്രി ഭൂതങ്ങൾ ഓരോ കല്ല് കെട്ടി പോയി അക്കരെ മിക്കരെയും കെട്ടിയാക്കേണ്ട ഗ്യാപ്പ് മൂടിനേക്ക് മുമ്പ് തന്നെ കാര്യം നമ്മുടെ ദൈവയുടെ ദേശപ്പെട്ടേക്ക് പോന്നേക്കണെങ്കിലും ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ഇപ്പോഴത്തെ അവസ്ഥ എന്നറിയാൻ വേണ്ടി ഭഗവാൻ ദിവ്യദൃഷ്ടി കൈലാസേക്ക് നോക്കി. കണ്ട കാഴ്ച തന്നെ ദേവി ഇവിടുന്ന് ഭൂതങ്ങൾ കയറ്റാണ്. ഭൂതങ്ങൾ കെട്ടിക്കൊണ്ടിരിക്കുന്നു. ആ ഗ്യാപ്പോടെ കെട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം ഇരിക്കുന്ന തൃക്കാര് വെള്ളം കയറി മുങ്ങിപ്പോവും. അത് മനസ്സിലാക്കിയ ഭഗവാൻ ഇവിടെ തന്നെ ഷേപ്പ് മാറി, രൂപം മാറി. എൻ്റെ ഒരു കോഴിയായിട്ട്, കോഴിപ്പൂവിനായിട്ടൊന്ന് കൂവി. സാധാരണ കോഴി എന്ത് സംഭവിക്കും? നേരം വിളിത്താലോ ശക്തി പോയി. അപ്പൊ കോഴി കൂവി നേരം വിൽക്കാറായി, നമ്മുടെ ശക്തി ക്ഷയിക്കാറായി, നമുക്ക് ഈ പണി ഇവിടെ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ് ഭൂതങ്ങളെല്ലാം കൂടി പരിപാടി അവിടെ അവസാനിപ്പിക്കുന്നു. അവർ മടങ്ങിപ്പോകുന്നു. അങ്ങനെ ശരിക്കും ഭൂതത്തമാരെ കിട്ടുകൊണ്ട് ഭൂതത്താൻ കെട്ട് എന്ന് പിടിയാണ് കഥ പറയുന്നത്. നമുക്ക് എല്ലാ കഥകളും വിശദമാക്കി തന്ന ആ റോയിച്ചേട്ടൻ പറഞ്ഞതുപോലെ ഏകദേശം 2500 വർഷങ്ങൾക്ക് മുന്നായിട്ട് ഭൂതങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയ നമ്മുടെ ശരിയായ ഭൂതത്തം കെട്ട് ഇതാണ്. ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്തായിട്ടാണ് 1964 പണി തീർത്ത 15 ഷട്ടറുകൾ വരുന്ന നമ്മുടെ ഇപ്പോഴത്തെ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇത്ര ദൂരം നമ്മൾ സഞ്ചരിച്ച് വന്നാൽ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ നമുക്ക് ഇവിടെ കിട്ടണത്. നല്ല പച്ചമരുന്നുകളുടെയും എല്ലാം ചേർന്ന നല്ല ഫ്രഷ് എയർ ശ്വസിക്കാനുള്ള ഒരു അവസരം കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു യാത്രക്കിടയ്ക്കായിട്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഊഞ്ഞാലകളും മരങ്ങൾക്ക് കീഴായിട്ടുള്ള ഇരിപ്പിടങ്ങളും ഏർമാടങ്ങളും എല്ലാം വിശ്രമത്തിനായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. യാത്ര സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാനുള്ള വെള്ളം അത് കരുതേണ്ടതാണ്. എറണാകുളത്ത് നിന്നും വൺഡേ ട്രിപ്പായിട്ട് വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണിത്. പ്രകൃതി സുന്ദരമായ ഒരുപാട് കാഴ്ചകളും പ്രകൃതിയാൽ നിർമ്മിക്കപ്പെട്ട ഒരു ഗുഹയും കാട്ടാനകൾ നടക്കുന്ന വഴികളിലൂടെയുള്ള യാത്രയും വലിയ വലിയ വൃക്ഷങ്ങൾ നിറഞ്ഞ ഈ കാടിൻ്റെതായ എല്ലാവിധ ഫീലിങ്സും നിറഞ്ഞ ഈ ഒരു യാത്ര ശരിക്കും അവസാനിക്കുന്നത് കാലങ്ങൾക്ക് മുന്നേ പാർവതി ദേവിയുടെ ആജ്ഞപ്രകാരം ഭൂതഗണങ്ങൾ കെട്ടി പൂർത്തീകരിക്കാൻ സാധിക്കാത്ത ഭൂതത്തം കെട്ടിലേക്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നില്ല. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.